2026 ജനുവരി മാസം 1 ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിലെ ഉത്തർഖാൻ എന്ന പ്രദേശം. അവിടെ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ് താനിയ അക്തർ. അന്നേ ദിവസം രാവിലെ ചില വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി അവൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നു. വളരെ സാധാരണ രീതിയിൽ പുറത്തുപോയ താനിയ അന്ന് രാത്രി ഇരുട്ടിയിട്ടും വീട്ടിൽ തിരിച്ചെത്തിയില്ല. സമയം വൈകുന്തോറും അവളുടെ കുടുംബത്തിൽ ഭയം ഇരട്ടിച്ചു. ബന്ധുവീടുകളിലും കൂട്ടുകാരുടെ ഇടയിലും അറിയാവുന്ന എല്ലാ സ്ഥലങ്ങളിലും അവർ തിരഞ്ഞു നോക്കി. എന്നാൽ താനിയെക്കുറിച്ച് ഒരു ചെറിയ സൂചന പോലും കിട്ടിയില്ല. ഒടുവിൽ വേറെ വഴിയില്ലാതെ അവർ ഉത്തർഖാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് പരാതി നൽകി. എങ്ങനെയെങ്കിലും തന്റെ മകളെ തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ആ അമ്മ ഓരോ ദിവസവും കാത്തിരുന്നു. അങ്ങനെ 1-2 ദിവസമല്ല, കൃത്യമായി 17 ദിവസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ തീയതി 2026 ജനുവരി 18. താനിയുടെ സ്ഥലത്ത് നിന്നും ഏകദേശം 25 കിലോമീറ്റർ അകലെയുള്ള സാവർ എന്ന സ്ഥലം. ഈ പ്രദേശം രാത്രിയിൽ പോലും അത്ര പെട്ടെന്ന് ഉറങ്ങാത്ത ഒന്നാണ്. ഫാക്ടറികളിലെ ഷിഫ്റ്റ് കഴിഞ്ഞു വരുന്ന തൊഴിലാളികൾ, അവിടുത്തെ ചായക്കടകൾ, വണ്ടികളുടെ ശബ്ദം, അങ്ങനെ എപ്പോഴും വളരെ തിരക്ക് പിടിച്ചൊരു സ്ഥലം. പക്ഷേ അന്ന് രാത്രി ആ പ്രദേശത്തെ ഒരു പ്രത്യേക സ്ഥലം മാത്രം യാതൊരു ശബ്ദവുമില്ലാതെ ശ്മശാനമുഖമായിരുന്നു. അത് വേറൊരു സ്ഥലവുമല്ല, അവിടെയുള്ള ഒരു പഴയ ഗവൺമെന്റ് ഓഫീസാണ്. അതിനെ ഒരു ഗവൺമെന്റ് ഓഫീസ് എന്ന് പറയുന്നതിനേക്കാൾ പൂർണ്ണമായും തകർന്നു പോയ ഒരു കാട് പിടിച്ച ഒരു പഴയ കെട്ടിടം എന്ന് പറയുന്നതാകും ശരി. തകർന്ന കണ്ണാടികളും തൂങ്ങി നിൽക്കുന്ന വയറുകളുമൊക്കെയായി ആ കെട്ടിടത്തിനുള്ളിലേക്ക് കാലെടുത്ത് വെച്ചാൽ തന്നെ ആരോ നമ്മളെ പിന്നിൽ നിന്നും ശ്രദ്ധിക്കുന്നുവെന്ന ഒരു അസ്വസ്ഥത ഉണ്ടാകും. അതുകൊണ്ട് തന്നെ രാത്രിയായാൽ അവിടുത്തെ നാട്ടുകാർ ആ കെട്ടിടത്തിന്റെ അടുത്ത് പോകുന്നത് പോലും ഒഴിവാക്കിയിരുന്നു. അങ്ങനെ ജനുവരി മാസം 18 രാത്രി ആ വഴി പോയ ഒരു കോളേജ് വിദ്യാർത്ഥി പെട്ടെന്ന് ആ പഴയ കെട്ടിടത്തിനുള്ളിലേക്ക് കയറി. നാട്ടുകാർ മുഴുവനും ഭയപ്പെടുന്ന ആ കെട്ടിടത്തിനുള്ളിലേക്ക് അന്ന് രാത്രി ഒരു കോളേജ് വിദ്യാർത്ഥി മാത്രം ബന്ധമൊന്നുമില്ലാതെ എന്തിനാണ് പോയത് എന്ന് നിങ്ങൾക്ക് തോന്നാം. അതിന് കാരണം ആ വഴി കടന്നുപോയ ആ പയ്യന് ആ കെട്ടിടത്തിന്റെ 2ാം നിലയിൽ നിന്ന് എന്തോ ഒരു പുക വരുന്നത് പോലെ തോന്നി. അതെന്താണ് എന്ന് പരിശോധിക്കാനുള്ള ഒരു ചെറിയ കൗതുകമാണ് അവനെ ആ കെട്ടിടത്തിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയത്. തന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് അവൻ മെല്ലെ ആ കെട്ടിടത്തിന്റെ 1ാം നിലയും കഴിഞ്ഞ് 2ാം നിലയിലേക്ക് പോകാൻ തുടങ്ങി. ആ അർദ്ധരാത്രിയിലെ ഇരുട്ടിൽ അവന്റെ ചെരുപ്പിന്റെ ശബ്ദം മാത്രമാണ് ആ കെട്ടിടം മുഴുവനും പ്രതിധ്വനിച്ചത്. അങ്ങനെ ആ കെട്ടിടത്തിന്റെ 2ാം നിലയിലേക്ക് അടുക്കുന്തോറും അവന് കഠിനമായൊരു ദുർഗന്ധം അടിക്കാൻ തുടങ്ങി. അതേതെങ്കിലും ഒരു പഴകിയ മണമല്ല, റബ്ബർ കരിഞ്ഞതുപോലെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കരിഞ്ഞതുപോലെ അങ്ങനെ ഒരു ദുർഗന്ധമായിരുന്നു അത്. അവന്റെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ഭയാനകമായ ദുർഗന്ധം. ആ മണം എവിടെ നിന്നാണ് വരുന്നത് എന്ന് നോക്കി അവൻ മെല്ലെ അവിടെയുള്ള ഒരു ബാത്റൂമിന്റെ ഭാഗത്തേക്ക് പോയി. അപ്പോഴാണ് ആ ബാത്റൂം വാതിലിന്റെ വിടവിലൂടെയാണ് പുക വരുന്നത് എന്ന് അവൻ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അവൻ ആ വാതിലിന്റെ വിടവിലൂടെ ഉള്ളിലേക്ക് എത്തി നോക്കി. അവൻ ഉള്ളിലേക്ക് നോക്കി അടുത്ത സെക്കൻഡ് അവന്റെ ശരീരം മുഴുവനും വിറയ്ക്കാൻ തുടങ്ങി. കാരണം ആ ബാത്റൂമിന്റെ തറയിൽ രൂപം തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ 2 മൃതദേഹങ്ങൾ കരിഞ്ഞുണങ്ങി കിടപ്പുണ്ടായിരുന്നു. അതുമാത്രമല്ല, ആ മൃതദേഹങ്ങളിൽ നിന്ന് അപ്പോഴും പുക ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. തൊലിയെല്ലാം ഉരുകിപ്പോയി. വസ്ത്രങ്ങളെല്ലാം പൂർണ്ണമായും കരിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം ബാത്റൂമിന്റെ ചുമരിൽ ചാരി നിൽക്കുന്ന നിലയിൽ കിടക്കുന്നു. മറ്റൊരു മൃതദേഹം തറയിൽ ചുരുണ്ടുകൂടിയ നിലയിൽ. ആ മുറി മുഴുവനും മാംസം കരിഞ്ഞ ദുർഗന്ധത്താൽ നിറഞ്ഞിരുന്നു. ആ ചില സെക്കൻഡുകളിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അവന് മനസ്സിലായില്ല. അടുത്ത നിമിഷം ഭയന്ന് വിറച്ച് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അവൻ ആ കെട്ടിടത്തിന് വെളിയിലേക്ക് ഓടാൻ തുടങ്ങി. അതെ, ഇപ്പോൾ അവിടെ കണ്ടെത്തിയ ആ കരിഞ്ഞുണങ്ങിയ മൃതദേഹങ്ങൾ ആരുടേതാണ്? ആരാണിത് ചെയ്തത്? മുഴുവൻ ബംഗ്ലാദേശിനെയും ഭയത്തിലാഴ്ത്തിയ ഒരു സൈക്കോയുടെ കേസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. അങ്ങനെ പേടിച്ചരണ്ട് പുറത്തേക്ക് ഓടി വന്ന ആ പയ്യൻ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുന്നു. വിവരം അറിഞ്ഞ് മിനിറ്റുകൾക്കകം അവിടുത്തെ ലോക്കൽ പോലീസ് സംഘം സ്ഥലത്തെത്തുന്നു. കയ്യിൽ ടോർച്ചുകളുമായി അവർ കെട്ടിടത്തിന്റെ 2ാം നിലയിലേക്ക് പോയി. അവിടെ കണ്ട കാഴ്ച കണ്ട് വന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. സാധാരണയായി ഒരു കൊലപാതകം കണ്ടാൽ പോലീസ് ഇത്രയധികം ഞെട്ടാറില്ല. എന്നാൽ ആ ബാത്റൂമിന്റെ എൻട്രൻസ് മുഴുവനുമുള്ള കരിഞ്ഞ അടയാളങ്ങളും ഉരുകിപ്പോയ പ്ലാസ്റ്റിക് വസ്തുക്കളും പ്രധാനമായും കരിഞ്ഞുണങ്ങി കിടന്നിരുന്ന ആ മൃതദേഹങ്ങളും കണ്ട ആ നിമിഷം
പോലീസിന് ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാകാൻ തുടങ്ങി. ഇവിടെ പോലീസിന്റെ അന്വേഷണം ഇത്തരം പരിഭ്രാന്തിയിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ അന്ന് രാത്രി താനിയുടെ വീടിന് ചുറ്റുമുള്ള അയൽക്കാരെല്ലാം വളരെ പരിഭ്രാന്തിയോടെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ടിവിയിൽ ന്യൂസ് കണ്ടോ? ആ സവർ ഏരിയയിൽ നിന്ന് 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന് പറയുന്നുണ്ടല്ലോ. അവർ സംസാരിച്ച ആ വാക്കുകൾ പതിയെ താനിയുടെ അമ്മയുടെ കാതുകളിൽ വീഴാൻ തുടങ്ങി. ഇത് കേട്ടതും നെഞ്ചിൽ ഒരു വലിയ ഭയത്തോടെ അവർ TV ഓൺ ചെയ്ത് നോക്കി. അവിടെ കണ്ട കാഴ്ച ആ ഗവൺമെന്റ് ഓഫീസിൽ 2 സ്ത്രീകളുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായും കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത എല്ലാ പ്രമുഖ ന്യൂസ് ചാനലുകളിലും ബ്രേക്കിംഗ് ന്യൂസായി ഓടുകയായിരുന്നു. ടിവിയിൽ കാണിക്കുന്ന ദൃശ്യങ്ങളും പോലീസ് അന്വേഷണത്തിന്റെ ക്ലിപ്പുകളും എല്ലാം ആ അമ്മ കടുത്ത നെഞ്ചിന്റെ പടപടപ്പോടെയായിരുന്നു കണ്ടത്. അപ്പോൾ അവരുടെ മനസ്സിന് വിവരിക്കാൻ കഴിയാത്തത്ര ഭയം തോന്നി. ദൈവമേ, അതെന്റെ മകളാകരുതേ എന്ന പ്രാർത്ഥനയോടെ അവർ നോക്കിക്കൊണ്ടിരുന്ന ആ സമയത്താണ് അവിടെ നിന്ന് കണ്ടെടുത്ത ആ മൃതദേഹങ്ങളിൽ ഒന്നിൽ ഒരു ബർത്ത് മാർക്ക് ഉള്ളതായി ടിവിയിൽ വ്യക്തമാക്കിയത്. അത് കണ്ട അടുത്ത നിമിഷം അവരുടെ നെഞ്ച് തകർന്നു പോയി. പോലീസ് ടിവിയിൽ കാണിച്ച ആ മറുക് അവർ വളരെ ആശയോടെ വളർത്തിയ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ താനിയുടെ ശരീരത്തിലുണ്ടായിരുന്ന അതേ അടയാളമായിരുന്നു. ഇതറിഞ്ഞ അടുത്ത ചില മിനിറ്റുകൾക്കുള്ളിൽ ആ കുടുംബം മുഴുവനും നിലവിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ പൂർണ്ണമായും കരിഞ്ഞുണങ്ങി സ്വന്തം മകളാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം ചാരമായി മാറിയ ആ ശരീരം കണ്ട് ആ അമ്മ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നാൽ ഇവിടെ മറ്റൊരു വലിയ ആശയക്കുഴപ്പം എന്തെന്നാൽ താനിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടി അതാരാണെന്ന് മനസ്സിലാക്കാൻ പോലും സാധിച്ചില്ല. കാരണം അതൊരു 13 അല്ലെങ്കിൽ 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ പെൺകുട്ടിയുടെ മൃതദേഹമായിരുന്നു. ആ പെൺകുട്ടി ആരാണ്? ആ കുട്ടിയുടെ പേരെന്താണ്? അവൾക്ക് എന്ത് സംഭവിച്ചു? ഇതൊന്നും അറിയാൻ കഴിയാത്ത വിധത്തിൽ ആ ശരീരം പൂർണ്ണമായും കരിഞ്ഞു പോയിരുന്നു. വേറെ വഴിയില്ലാത്തതിനാൽ പോലീസ് തങ്ങളുടെ റെക്കോർഡുകളിൽ ആ കുട്ടിയെ തിരിച്ചറിയപ്പെടാത്ത പെൺകുട്ടി എന്ന് അടയാളപ്പെടുത്തി. പക്ഷേ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അന്ന് ആ ക്രൈം സീൻ കണ്ട് പോലീസ് സത്യത്തിൽ ഭയന്നത് ആ കരിഞ്ഞ മൃതദേഹങ്ങൾ കണ്ടിട്ടായിരുന്നില്ല. അവർ യഥാർത്ഥത്തിൽ ഭയന്നത് ആ കെട്ടിടത്തിന്റെ ഭയാനകമായ ഭൂതകാലത്തെക്കുറിച്ച് ഓർത്തെടുത്തപ്പോഴാണ്. കാരണം കഴിഞ്ഞ 7 മാസങ്ങളായി ഇതേ കെട്ടിടത്തിനുള്ളിൽ ഇതേ ഇരുട്ടിൽ ഇതുപോലെ ധാരാളം കരിഞ്ഞുണങ്ങിയ മൃതദേഹങ്ങളെ ആ ഗവൺമെന്റ് ഓഫീസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ കണ്ട താനിയയും ആ 13 വയസ്സുകാരി പെൺകുട്ടിയും ഇതിന് കാരണക്കാരനായ ആ സൈക്കോയുടെ ആദ്യത്തെ ഇരയായിരുന്നില്ല. ഇതിനെല്ലാം ഉപരിയായി മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം എന്തെന്നാൽ കാടുപിടിച്ച ഈ കൊലപാതകങ്ങൾ നടന്ന കെട്ടിടം അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം അകലെയായിരുന്നു. അതുമാത്രമല്ല, ആ പ്രദേശത്തിന് തൊട്ടടുത്ത് ഒരു സൈനിക മിലിറ്ററി ക്യാമ്പ് വരെ ഉണ്ടായിരുന്നു. ഒരു വശത്ത് നിയമം സംരക്ഷിക്കുന്ന പോലീസ് സ്റ്റേഷൻ, മറുവശത്ത് രാജ്യത്തെ സംരക്ഷിക്കുന്ന മിലിറ്ററി ക്യാമ്പ്. ഇത്രയും വലിയ സുരക്ഷാ വലയങ്ങൾക്ക് നടുവിലുള്ള ഈ ഒരു സ്ഥലത്താണ് യാതൊരു ഭയവുമില്ലാതെ ആ കെട്ടിടത്തിനുള്ളിൽ ഇത്രയും കൊലപാതകങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സൈക്കോയുടെ ആദ്യത്തെ ഇര താനിയയോ അല്ലെങ്കിൽ ആ 13 വയസ്സുകാരിയ പെൺകുട്ടിയോ ആയിരുന്നില്ല. ഈ സംഭവം നടക്കുന്നതിന് കൃത്യം 7 മാസങ്ങൾക്ക് മുൻപ്, അതായത് 2025 ജൂലൈ 4-ന് ആ പ്രദേശത്തുള്ള ഒരു പള്ളിയുടെ തൊട്ടടുത്ത് ചെറിയൊരു ചായക്കടയുണ്ട്. അന്ന് വെളുപ്പിന് പതിവ് പോലെ തന്റെ കട തുറക്കാനെത്തിയ ഉടമസ്ഥൻ കടയ്ക്ക് പിന്നിൽ എന്തോ ഒരു രൂപം കിടക്കുന്നത് കാണുന്നു. അവൻ മെല്ലെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അവിടെ കണ്ടത് 75 വയസ്സുള്ള ഒരു മുത്തശ്ശിയുടെ മൃതദേഹമായിരുന്നു. വളരെ ദാരുണമായ അവസ്ഥയിലായിരുന്നു അത്. വിവരമറിഞ്ഞ ഉടൻ തന്നെ സ്ഥലത്തെത്തിയ പോലീസ് ആ മുത്തശ്ശിയുടെ മൃതദേഹം ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എന്നാൽ അവിടെയാണ് പോലീസിന് ആദ്യത്തെ വലിയ തിരിച്ചടി നേരിട്ടത്. കാരണം ആ ക്രൈം സീനിൽ നിന്നും കൃത്യമായ ഒരു തെളിവും അവർക്ക് ലഭിച്ചില്ല. ഒരു സൂചനയും കിട്ടാത്തതിനാൽ ഒടുവിൽ ഈ കേസ് നോ സസ്പെക്ട് എന്ന ഘട്ടത്തിൽ എത്തി നിന്നു. അതുപോലെ ഈ വിവരം അവിടുത്തെ നാട്ടുകാർക്കിടയിൽ പ്രചരിച്ചപ്പോൾ തുടക്കത്തിൽ ആളുകൾ അല്പം ഭയന്നെങ്കിലും പിന്നീട് ഇതാരോ സാധാരണ മോഷണത്തിന് വേണ്ടി ചെയ്ത കൊലപാതകമായിരിക്കും എന്ന് കരുതി ആ സംഭവത്തെ പതിയെ മറക്കാൻ തുടങ്ങി. അങ്ങനെ ജനങ്ങളും പോലീസും കാണിച്ച ഈ അശ്രദ്ധയാണ് ആ സീരിയൽ കില്ലർക്ക് ലഭിച്ച ആദ്യത്തെ ഗ്രീൻ സിഗ്നൽ. ആരും തന്നെ കണ്ടുപിടിക്കില്ല എന്ന ധൈര്യത്തിൽ അവൻ അടുത്തടുത്ത കൊലപാതകങ്ങൾക്കുള്ള സ്കെച്ച് വളരെ നിശബ്ദമായി തയ്യാറാക്കാൻ തുടങ്ങി. ചായക്കടയ്ക്ക് പിന്നിൽ ആ മുത്തശ്ശിയുടെ മൃതദേഹം കണ്ടെത്തി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ, അതായത് 2025 ഓഗസ്റ്റ് മാസം 29-ന് ആ കാട് പിടിച്ച പഴയ കെട്ടിടത്തിലെ ഒരു ബാത്റൂമിനുള്ളിൽ നിന്ന് അടുത്ത മൃതദേഹം പോലീസ് കണ്ടെത്തുന്നു. ഏകദേശം 30 വയസ്സ് പ്രായം വരുന്ന തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പുരുഷന്റെ ശരീരമായിരുന്നു അത്. കൊല്ലപ്പെട്ട ആളുടെ 2 കൈകളും പുറകിലേക്ക് ഒരു ടവൽ ഉപയോഗിച്ച് മുറുക്കി കെട്ടി കഴുത്തിൽ ഷോൾ ഉപയോഗിച്ച് മുറുക്കിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം ആർക്കും ആളെ തിരിച്ചറിയാതിരിക്കാൻ വളരെ ക്രൂരമായ രീതിയിൽ ആ മൃതദേഹം കത്തിച്ച് അവിടെ തന്നെ ഉപേക്ഷിച്ചു കടന്നു കളഞ്ഞു. പോലീസ് ഈ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അതേ സ്ഥലത്ത് മറ്റൊരു കൊലപാതകം കൂടി നടന്നു. ഇത്തവണ കഴുത്ത്
കത്തി കൊണ്ട് മുറിച്ച നിലയിൽ രക്തക്കടലിൽ കിടക്കുന്ന ഒരു മൃതദേഹമാണ് പോലീസ് കണ്ടെടുത്തത്. ഈ വ്യക്തിക്ക് വയസ്സ് ഏകദേശം 30 വയസ്സാണ്. തുടർച്ചയായി ഒരേ കെട്ടിടത്തിനുള്ളിൽ ഇങ്ങനെ അടുത്തടുത്ത് കൊലപാതകങ്ങൾ നടക്കുന്നത് കണ്ടപ്പോഴാണ് പോലീസിന് വലിയൊരു സംശയം തോന്നി തുടങ്ങിയത്. ഒരുപക്ഷെ ആരോ പുറത്തു വച്ചതുപോലെ കൊലപാതകങ്ങളെല്ലാം നടത്തിയിട്ട് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം മൃതദേഹങ്ങൾ ഉപേക്ഷിക്കാൻ ഈ കെട്ടിടം ഉപയോഗിക്കുകയാണോ എന്നവർ ചിന്തിക്കാൻ തുടങ്ങി. എന്നാൽ ആ ചിന്തയെ തച്ചുടച്ചുകൊണ്ട് 2025 ഡിസംബർ മാസം 19 അതേ കെട്ടിടത്തിനുള്ളിൽ നിന്ന് അവന്റെ 4ാമത്തെ ഇരയുടെ ശരീരവും പുറത്തു വരുന്നു. ആ കെട്ടിടത്തിനുള്ളിൽ ആഴ്ചകളോളം ആ മൃതദേഹം കിടന്നതുകൊണ്ട് പൂർണ്ണമായും ചീഞ്ഞ് നാറി പകുതിയും ഉരുക്കിയ അവസ്ഥയിലായിരുന്നു പോലീസ് അത് കണ്ടെടുത്തത്. ഇങ്ങനെ തുടർച്ചയായി കൊലപാതകങ്ങൾ നടക്കുന്നത് കണ്ട് ജാഗരൂകരായ പോലീസ് ഈ വേട്ടയാടലിന്റെ രീതി വെച്ച് ഒരു ട്രാക്കിംഗ് മാപ്പ് തയ്യാറാക്കി വളരെ ഗൗരവത്തോടെ ആ കൊലയാളിയെ തിരയാൻ തുടങ്ങി. പോലീസ് ഇത്രയും സ്ട്രിക്റ്റായും അലേർട്ടായും ഇരുന്നിട്ട് കൂടിയും അവരുടെ കണ്ണിൽ മണ്ണ് വാരിയിട്ട് അവൻ അടുത്തടുത്ത 2 കൊലപാതകങ്ങൾ കൂടി വളരെ അനായാസം ചെയ്തു. 2026 ജനുവരി 18 ആ 2 മൃതദേഹങ്ങളും പോലീസ് കണ്ടെടുത്തത്. അത് വേറെ ആരുമല്ല, നമ്മൾ ആമുഖത്തിൽ കണ്ട അതേ താനിയുടെയും ആ 13 വയസ്സുകാരി പെൺകുട്ടിയുടെയും മൃതദേഹങ്ങളായിരുന്നു. ഇപ്പോൾ ഈ കൊലപാതകങ്ങളെല്ലാം വെവ്വേറെ മാസങ്ങളിൽ വെവ്വേറെ ആളുകൾക്ക് സംഭവിച്ചതാണെങ്കിലും ഇതിൽ ചില കാര്യങ്ങൾ മാത്രം മാറ്റമില്ലാതെ തുടർന്നു. അതേ കാട് പിടിച്ച കെട്ടിടം, അതേ ഇരുട്ട്, അതേ രീതിയിലുള്ള മൃതദേഹങ്ങൾ നശിപ്പിക്കുന്ന പാറ്റേൺ. സത്യത്തിൽ ആ ഇരുട്ടിനെയാണ് ആ കില്ലർ തനിക്കുള്ള ഒരു മറയായി ഉപയോഗിച്ചത്. അങ്ങനെ അവൻ ഈ കൊലപാതകങ്ങളെല്ലാം വളരെ ബുദ്ധിപൂർവ്വം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അവന്റെ സാമർഥ്യം എന്ന് പറയുന്നതിനേക്കാൾ പോലീസിന്റെ അശ്രദ്ധ എന്ന് വേണം നമ്മൾ ഇതിനെ പറയാൻ. ദിവസം ചെല്ലുന്തോറും ഈ കേസിന്റെ ഗൗരവം കൂടിയതോടെ കേസ് ലോക്കൽ പോലീസിന്റെ കയ്യിൽ നിന്ന് ഡിറ്റക്റ്റീവ് ബ്രാഞ്ചിന്റെ കയ്യിലേക്ക് പോകുന്നു. കേസ് ഏറ്റെടുത്ത DB പോലീസ് ആദ്യഘട്ടമായി ആ കെട്ടിടത്തിന് ചുറ്റുമുള്ള എല്ലാ CCTV ക്യാമറകളും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി. അങ്ങനെ ലഭിച്ച CCTV ദൃശ്യങ്ങൾ ഒന്നുപോലും വിടാതെ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിമായി അവർ പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ഒരു പ്രത്യേക ക്യാമറയിൽ ഒരു ദുരൂഹത പോലീസിന്റെ കണ്ണിൽപ്പെടുന്നു. ഒരു ദൃശ്യത്തിൽ ആ കെട്ടിടത്തിനടുത്തുള്ള ഒരു ഇടവഴിയിലൂടെ ഒരു രൂപം തന്റെ തോളിൽ വലിയൊരു ഭാരവും ചുമന്നുകൊണ്ടു പോകുന്നത് പോലീസ് കാണുന്നു. അതെന്തായിരിക്കുമെന്ന് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് അവർക്ക് ആ സത്യം മനസ്സിലായത്. അവൻ വളരെ നിസ്സാരമായി തോളിൽ ചുമന്നുകൊണ്ടു പോകുന്നത് ഒരു മനുഷ്യന്റെ മൃതദേഹമായിരുന്നു. യാതൊരു ഭയമോ പരിഭ്രാന്തിയോ ഇല്ലാതെ ഒരു മനുഷ്യന്റെ മൃതദേഹം വളരെ കാഷ്വലായി തോളിൽ ചുമന്നുകൊണ്ട് അവൻ ആ കെട്ടിടത്തിലേക്ക് പോകുന്നത് കണ്ട പോലീസ് ശരിക്കും ഞെട്ടിപ്പോയി. ഒടുവിൽ ആ CCTV തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുക്കർമൂർ എന്ന സ്ഥലത്ത് വെച്ച് CCTVയിൽ കണ്ട അതേ ദുരൂഹ രൂപത്തെ പോലീസ് വളഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ നേരെ സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ചോദ്യം ചെയ്യലിന്റെ തുടക്കത്തിൽ പോലീസിന് മുന്നിൽ താനൊരു ഭ്രാന്തനാണെന്ന് വരുത്തി തീർക്കാൻ അവൻ ഒരുപാട് ശ്രമിച്ചു. പേര് ചോദിച്ചാൽ മാറ്റി മാറ്റി പറയുക, ബന്ധമില്ലാത്ത സ്ഥലങ്ങളുടെ പേര് പറയുക, അങ്ങനെ പോലീസുമായി ഒരു മൈൻഡ് ഗെയിം കളിക്കാൻ തുടങ്ങി. എന്നാൽ DB പോലീസിന്റെ ട്രീറ്റ്മെന്റ് അല്പം ഗൗരവമുള്ളതായതോടെ യാതൊരു ഭയമോ കുറ്റബോധമോ ഇല്ലാതെ പോലീസിന്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി ആ 6 കൊലപാതകങ്ങളും ചെയ്തത് ഞാൻ തന്നെയാണ് എന്നവൻ വളരെ നിസ്സാരമായി സമ്മതിച്ചു. ശരി, എന്തിനാണ് ഇവരെല്ലാം കൊലപ്പെടുത്തിയത്? എന്തിനാണ് ഇത്രയും കൊലപാതകങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ അവനിൽ നിന്ന് വ്യക്തമായ ഒരു കാരണവും വന്നില്ല. ചീത്ത സ്വഭാവമുള്ള സ്ത്രീകളെ ഞാൻ കൊന്നു, മാനസിക നില തെറ്റിയവരെയും ജീവിക്കാൻ യോഗ്യതയില്ലാത്തവരെയും ഞാൻ കൊന്നു എന്നിങ്ങനെ മാറി മാറി അസംബന്ധം പറയാൻ തുടങ്ങി. അതിനുശേഷം അവൻ ആ കൊലപാതകങ്ങൾ എങ്ങനെയാണ് ചെയ്തത് എന്ന് വിവരിച്ച രീതി അത് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെ പോലും തരിപ്പിക്കുന്നതായിരുന്നു. തന്റെ ഇരകളെ ബോധം കെടുത്തിയ ശേഷം ആ കാട് പിടിച്ച കെട്ടിടത്തിന്റെ ഇരുട്ടിലേക്ക് ചുമന്നുകൊണ്ടുപോയി അവരുടെ കഴുത്തിൽ തോർത്തു മുറുക്കി കൊലപ്പെടുത്തിയതായി അവൻ സമ്മതിച്ചു. കൂടാതെ തെളിവുകളൊന്നും ലഭിക്കാതിരിക്കാൻ വേണ്ടി അവിടെ കിടന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ച് ആ മൃതദേഹങ്ങൾക്ക് തീ കൊളുത്തിയതായും അവൻ വളരെ കൂളായി പറഞ്ഞു. അവന്റെ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവന്റെ പേര് മാഷീർ റഹ്മാൻ ഖാൻ സർമത്ത് എന്ന് റെക്കോർഡുകളിൽ ഫയൽ ചെയ്തു. ശരി, ഈ കേസെല്ലാം സോൾവായി എല്ലാം കഴിഞ്ഞു എന്ന് കരുതിയ സമയത്താണ് പോലീസുകാർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് സംഭവിച്ചത്. സത്യത്തിൽ അവൻ പറഞ്ഞ ആ പേരിലും അവന്റെ പെരുമാറ്റത്തിലും DB പോലീസിന് എന്തോ ഒരു സംശയം തോന്നിയിരുന്നു. അങ്ങനെ അവരുടെ ശൈലിയിൽ അവന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചപ്പോഴാണ് അവന്റെ മൊത്തം നാടകവും പൊളിഞ്ഞ് യഥാർത്ഥ ഐഡന്റിറ്റി പുറത്തു വന്നത്. ഇത്രയും ദാരുണമായ കൊലപാതകങ്ങൾ നിസ്സാരമായി ചെയ്ത ആ ദുരൂഹ വ്യക്തിയുടെ യഥാർത്ഥ പേര് സാബു ഷേഖ് എന്ന് വ്യക്തമായി.
ബംഗ്ലാദേശിലെ മോച്ചമണ്ട് ഗ്രാമമാണ് ഇവന്റെ സ്വന്തം സ്ഥലം. ചെറുപ്പത്തിൽ തന്നെ പഠിപ്പൊന്നും തലയിൽ കയറാത്തതുകൊണ്ട് സ്കൂൾ പഠനം പകുതിയിൽ വെച്ച് നിർത്തി. വളരെ പെട്ടെന്ന് തന്നെ തെറ്റായ ശീലങ്ങൾക്ക് അടിമപ്പെടാൻ തുടങ്ങി. കല്യാണം കഴിച്ചാൽ പയ്യൻ നന്നാകുമെന്ന് കരുതി വീട്ടുകാർ ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. എന്നാൽ അവന്റെ ഉള്ളിലുണ്ടായിരുന്ന വികൃത ബുദ്ധിയും നിയന്ത്രിക്കാനാകാത്ത ദേഷ്യവും കാരണം ഭാര്യ അവനെ ഉപേക്ഷിച്ച് എന്നേക്കുമായി പോയി. അതിനുശേഷം മുഴുവൻ സമയവും കഞ്ചാവ് ലഹരിക്ക് അടിമപ്പെട്ട ഇവന്റെ മസ്തിഷ്കം മെല്ലെ തകർന്ന് ഒരു തരത്തിലുള്ള അപകടകരമായ മാനസിക നിലയിലേക്ക് മാറാൻ തുടങ്ങി. ഇവൻ വളരെ അപകടകാരിയാണെന്ന് മനസ്സിലാക്കിയ കുടുംബം അവനെ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടു. കയ്യിൽ പണമില്ലാതെ തങ്ങാൻ ഇടമില്ലാതെ നാട് നീളെ അലഞ്ഞു തിരിഞ്ഞ അവൻ ഒടുവിൽ എത്തിച്ചേർന്ന സ്ഥലമാണ് ഈ സാവർ ഏരിയ. പകൽ സമയങ്ങളിൽ അഴുക്ക് വസ്ത്രങ്ങളുമായി ലഹരിയിൽ സ്വയം സംസാരിച്ച് റോഡിൽ ചുറ്റിത്തിരിയുന്ന ഒരു ഭിക്ഷാടകനെ പോലെയായിരുന്നു അവൻ സഞ്ചരിച്ചത്. എന്നാൽ രാത്രി സമയങ്ങളിൽ ആ കാട് പിടിച്ച കെട്ടിടത്തെ തന്റെ വേട്ട നിലമാക്കി മാറ്റുന്ന ഒരു കൊടും സൈക്കോ. യാതൊരു തെളിവുമില്ലാതെ പോലീസിന്റെ കണ്ണിൽ പെടാതെ തുടർച്ചയായി ഇതുപോലെ 6 കൊലപാതകങ്ങൾ അവൻ എങ്ങനെ അനായാസമായി ചെയ്തു എന്ന ചോദ്യത്തിന് പിന്നിലാണ് അവന്റെ ആ മാസ്റ്റർ പ്ലാൻ ഒളിഞ്ഞിരുന്നത്. സത്യത്തിൽ അവൻ ഭ്രാന്തനൊന്നും ആയിരുന്നില്ല. സാവർ ഏരിയയിൽ വന്നത് മുതൽ താൻ ഒരു മാനസിക നില തെറ്റിയ ആളാണെന്ന് വരുത്തി തീർക്കാൻ പക്ക നാടകം കളിക്കുകയായിരുന്നു. അവൻ കാണിച്ച ഈ ഓരോ ഭ്രാന്തതരങ്ങളുമാണ് അവനെ ഒരു ഇൻവിസിബിൾ ഷീൽഡാക്കി പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് രാത്രി സമയങ്ങളിൽ പോലീസ് പട്രോളിംഗ് നടത്തുമ്പോൾ പോലും ഇവനെ ഒരു സാധാരണ ഭിക്ഷാടകൻ അല്ലെങ്കിൽ ഭ്രാന്തൻ എന്ന് കരുതി കടന്നുപോയത്. അതുപോലെ പോലീസിന്റെ ഒരു സംശയ പട്ടികയിലും അവൻ വന്നില്ല. ആ കെട്ടിടവും ആ കെട്ടിടത്തിലെ ബാത്റൂമും മാത്രമായിരുന്നു അവൻ ചെയ്ത അത്രയും കൊലപാതകങ്ങൾക്കും സാക്ഷിയായ ഒരേ ഒരു നിശബ്ദ സാക്ഷി. ഇപ്പോൾ പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നു. നിയമം ഇവൻ എന്ത് ശിക്ഷ നൽകും? 6 ജീവനുകൾക്കും നീതി കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി ആ ഗ്രാമം മുഴുവനും കാത്തിരുന്ന സമയത്താണ് ഈ കേസ് ആരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു ദിശയിലേക്ക് തിരിഞ്ഞത്. ജയിലിലടച്ച ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവന് പെട്ടെന്ന് നെഞ്ചുവേദന അനുഭവപ്പെട്ടു. ആദ്യം ഇതൊരു സാധാരണ പ്രശ്നമാണെന്ന് കരുതിയ ജയിൽ വാർഡൻ അവന്റെ അവസ്ഥ നിമിഷം പ്രതി വഷളാകുന്നത് കണ്ടതും ഉടൻ തന്നെ ലോക്കൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അവന്റെ അവസ്ഥ വളരെ ഗുരുതരമായതുകൊണ്ട് അവിടെ നിന്ന് വലിയൊരു ആശുപത്രിയിലേക്ക് അവനെ മാറ്റി. ഒരു സീരിയൽ കില്ലർ ആശുപത്രിയിൽ അഡ്മിറ്റായി എന്ന വാർത്ത വൈറലാകാൻ തുടങ്ങി. മൊത്തം മീഡിയയും പോലീസും ജനങ്ങളും ഉൾപ്പെടെ എല്ലാവരുടെയും ശ്രദ്ധ ആ ആശുപത്രിയിലേക്ക് തിരിഞ്ഞു. എന്നാൽ ഡോക്ടർമാർ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന്റെ ശരീരത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടാകാതെ അടുത്ത ദിവസം രാവിലെ 7:30 അവൻ മരിച്ചതായി പ്രഖ്യാപിച്ചു. സത്യത്തിൽ ഈ കേസ് നമ്മുടെ സ്ഥിരം കേസിലുള്ളതുപോലെ ആഴത്തിലുള്ള വിശദാംശങ്ങളൊന്നുമില്ല. ഉദാഹരണത്തിന് അവൻ ഓരോ ഇരയെയും എങ്ങനെ കൊലപ്പെടുത്തി, ആ ഇരകൾ എങ്ങനെയാണ് ഇവന്റെ കയ്യിൽപ്പെട്ടത്, എവിടെ വെച്ചാണ് അവരെ തടവിലാക്കിയത്, എങ്ങനെ കൊണ്ടുവന്നു, ഈ വിശദാംശങ്ങളൊന്നും ലഭ്യമല്ലായിരുന്നു. തിരഞ്ഞു നോക്കിയെടുത്തോളം ഈ കേസിൽ ഇത്രയും വിവരങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. എങ്കിലും ഈ കേസിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ ചിലർ നിരന്തരം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇപ്പോൾ ഈ കേസിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ പറയാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.